ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്, ഞാൻ സത്യത്തിൽ ഈ വീഡിയോയ്ക്ക് ഓൺ വോയിസ് കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ വോയിസ് കവർ കൊടുക്കുക കാരണം ഭയങ്കര നോയ്സ് ആയതുമൂലം ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ വോയിസ് കവർ കൊടുത്തത്. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ നിന്ന് ദസറയുടെ ആഘോഷം, ദസറ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം ഇന്ന് നാളെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ വന്നിട്ട് 2 ആഴ്ച ആയുള്ളെങ്കിൽ നമ്മൾ എന്തോ 2 വർഷം ആയ പോലൊരു ഫീലിങ്സാണ് നമുക്ക് എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ദസറ ഹോളിഡേയുടെ ഭാഗമായിട്ടുള്ള ആദ്യമേയുള്ള പ്രീ ദസറ പ്രോഗ്രാംസാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ കാര്യമാണ്. ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കുർത്തിയും ഷോളുമാണ്. ഇത് ഞാൻ നില ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അടിപൊളി വർക്കാണ് അവരുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര പെർഫെക്ഷനിൽ ഭയങ്കര ഫിനിഷിങ്ങിൽ ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ ഈ ഷോളിനും ഈ ടോപ്പിനും കൂടെ വന്നിട്ട് 1500 രൂപ മാത്രമാണ് ആയിട്ടുള്ള അടിപൊളി വർക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ സ്കൂളും പരിസരമാണ്. ഇത് മാത്രമല്ല, ഇവിടെ അപ്പുറത്തെ സൈഡിലോട്ടും ഉണ്ട് സ്കൂൾ. ഇങ്ങനെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് ഗ്രൗണ്ടാണ്. ഇവിടെ കുട്ടികളെല്ലാവരും ദസറ ഇതിന് വേണ്ടിയിട്ട് റെഡി ചെയ്ത് വന്നിരിക്കുകയാണ്. ഇത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡാൻസാണ്. ഇത് 8th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ഡാൻസാണ് കേട്ടോ. അടിപൊളി ഡാൻസാണ് ആദ്യത്തേത്. പിന്നീട് ഇത് വന്നിട്ട് നവദുർഗമാർ, അതാണ് നവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ നവദുർഗമാരുടെ ഒരു ഡാൻസായിരുന്നു. പിന്നെയും കുറേ അധികം പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിത് ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു 2ാമത്തെ ഡാൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭദ്രകാളി, അങ്ങനെ കുറേ അവർ വേറെ കുറേ ദുർഗമാരുടെ പേരാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞത്. എനിക്കതൊന്നും മനസ്സിലായില്ല. അപ്പോൾ നടുക്കുള്ളത് ഭദ്രകാളിയാണെന്നും ദ്വാരകനെ കൊല്ലുവാണെന്നും മനസ്സിലായി. വേറൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി, അത്യാവശ്യം നല്ല പ്രോഗ്രാംസായിരുന്നു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഞാൻ ഒരു ജമന്തിപ്പാടം കാണിച്ചിട്ട് അവിടത്തോട്ടേക്കുള്ള വഴി അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു കുട്ടിയുടെയാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ എത്തി. അവിടെ നിന്ന് ധാരാളം ഫോട്ടോസൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നല്ല സൂപ്പറായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ട്. അതുകൂടാതെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ വാടാമല്ലിയില്ലേ, അതും ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു നമ്മുടെ ജമന്തിപ്പാടം വന്നിട്ട് ഈ കുട്ടിയുടെയാണ് കേട്ടോ അത്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു.